ജനം TV വാർത്താ സംഘം കൈലാസ പരിക്രമണം തുടരുകയാണ്. സതീദേവിയുടെ ശരീരഭാഗങ്ങൾ വീണുടഞ്ഞ 51 ശക്തിപീഠങ്ങളിൽ നേപ്പാളിലെ ഗുഹേശ്വരി ശക്തിപീഠത്തിലേക്കാണ് ഇന്നത്തെ യാത്ര. കാഠ്മണ്ഡുവിലെ പശുപതിനാഥ ക്ഷേത്രത്തിന് സമീപമുള്ള ഈ പുണ്യഭൂമി ദേവിയുടെ ഗുഹ്യഭാഗം വീണ സ്ഥലം എന്ന് വിശ്വസിക്കപ്പെടുന്നു. തന്ത്ര ആരാധനകൾക്കേറെ പ്രശസ്തമായ ഈ മഹാക്ഷേത്രത്തിന്റെ ഐതിഹ്യം അറിയാം. ആദ്യത്തെ ശക്തിപീഠമാണ് എന്ന് വിശ്വസിക്കപ്പെടുന്ന ഗുഹേശ്വരി ക്ഷേത്രത്തിലാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. ഈ ക്ഷേത്രത്തിന് നിറയെ പ്രത്യേകതകളുണ്ട്. ശക്തിപീഠങ്ങളിൽ ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു എനർജി അത്രത്തോളം അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും ഗുഹേശ്വരിയുടെ ഐതിഹ്യങ്ങളും കഥകൾ കൂടി ഒന്ന് കേട്ടാലോ. ഇവിടെയുള്ള വിശ്വാസം അനുസരിച്ചിട്ട് ആദ്യത്തെ ശക്തിപീഠമാണിത് എന്നാണ് അവർ പറയുന്നത്. അതായത് ദേവി സതീൻ്റെ ശരീരം ദക്ഷയാഗത്തിന് പോയി അപമാനിതയായ ദേവി സതി ആ യാഗ അഗ്നിയിൽ തന്നെ ചാടി ദേഹത്യാഗം ചെയ്തു. പിന്നീട് ശിവൻ അവിടെ വന്ന് ദക്ഷൻ്റെ ഗളച്ഛേദം ചെയ്തതിന് ശേഷം ഈ കത്തിക്കരിഞ്ഞ സതിയുടെ ശരീരവുമായി ദുഃഖാർത്ഥനായിട്ട് പ്രപഞ്ചം മുഴുവൻ അലഞ്ഞു തിരിഞ്ഞു നടന്നു എന്നുള്ളതാണ് ഐതിഹ്യം. അപ്പം അങ്ങനെ നടന്ന് പ്രപഞ്ചത്തിൻ്റെ താളം തെറ്റുന്നൊരു അവസ്ഥ വന്നപ്പോൾ വിഷ്ണു സുദർശന ചക്രം ഉപയോഗിച്ചുകൊണ്ട് ദേവിയുടെ ശരീരത്തെ 51 കഷ്ണങ്ങളാക്കി ചിതറിത്തെറിപ്പിച്ചു. അങ്ങനെ ആ ശരീരം നഷ്ടപ്പെട്ടപ്പോൾ ഭഗവാൻ പിന്നീട് തപസ്സിലേക്ക് തിരിച്ചു പോവുകയും പിന്നീട് സതീദേവി പുനർജീവിച്ച് പാർവതിയായി വന്ന് തപസ് ചെയ്ത് ഭഗവാനെ വീണ്ടും നേടിയെടുക്കുകയും ചെയ്ത കഥ നമുക്കറിയാം. അപ്പോൾ ആ കഥയിൽ ഓരോ ഭാഗങ്ങൾ ദേവിയുടെ ശരീരഭാഗങ്ങൾ വീണ സ്ഥലങ്ങൾ ഓരോന്നും പ്രാധാന്യമുള്ള ശക്തിപീഠങ്ങളാണ്. അങ്ങനെ 51 ശക്തിപീഠങ്ങളാണ് നമുക്ക് ആകെയുള്ളത്. അതിൽ കാഠ്മണ്ഡുവിലുള്ള ശക്തിപീഠത്തിന് ഈ ശക്തിപീഠത്തിനെയാണ് സാധാരണ നിലയ്ക്ക് ഉയാദേവി എന്നാണ് അതിൻ്റെ പേര് പറയുന്നത്. ആ ശക്തിപീഠത്തിന് ഇവർ വിശ്വസിക്കുന്ന ഏറ്റവും ആദ്യം നിലത്ത് വീണ പീസ് ഇതാണ്. ആ കഷ്ണം ശരീരത്തിന്റെ ഭാഗം ഇതാണെന്നാണ് വിശ്വസിക്കുന്നത്. ഇത് നിതംബത്തിന്റെ ഭാഗം, ഇടത്തെ നിതംബത്തിന്റെ ഒരു ഭാഗമാണ് ഇവിടെ വീണിരിക്കുന്നത്. അപ്പൊ ചിലപ്പോൾ ഇവർ പറയുന്ന ഇപ്പോൾ ഇതുപോലെ ദേവിയുടെ യോനി വീണിട്ടുള്ള സ്ഥലമാണ് കാമാഖ്യയിലുള്ള ആസാമിലുള്ള കാമാഖ്യ ക്ഷേത്രം വരുന്നത്. അപ്പൊ അത് മുൻഭാഗമാണ്, ഇത് പിൻഭാഗമാണെന്നുള്ള രീതിയിൽ രണ്ടും ഒരേ അർത്ഥത്തിൽ പ്രാധാന്യമുള്ളതാണെന്നും ഉർവരതയുടെ പ്രതിനിധീകരിക്കുന്ന ക്ഷേത്രമാണ് എന്നുള്ളതാണ് ഇവിടുത്തെ വിശ്വാസം. അപ്പൊ ദേവിയുടെ ശക്തിപീഠം എന്ന് പറഞ്ഞാൽ ദേവിയുടെ ശരീരഭാഗങ്ങളും വീട്ടിലെ എല്ലാ ഭാഗങ്ങളും വളരെ തേജോമയമായിട്ടുള്ള ശക്തിപീഠങ്ങളാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശക്തിപീഠമാണ് ഈ ക്ഷേത്രം.